ബിഷപ്പ് കൂറിലോസിനെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് മാത്രമല്ല, തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വക്താവ്, അവരുടെ പാർട്ടി നേതാവാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം ആക്ഷേപിച്ചത് അങ്ങേയറ്റത്തെ മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ആ മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വക്താവിനെതിരായിട്ട് കേരളത്തിൽ വലിയ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വാദോരാതെ നിലപാടെടുക്കുന്ന ആളുകളായിട്ടാണ് മുഖ്യമന്ത്രിയൊക്കെ പലപ്പോഴും രംഗത്ത് വരാറ്. അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ തരത്തിലുള്ള പോസ്റ്റ് ഇട്ട ആൾക്കെതിരായിട്ട് മതവിദ്വേഷത്തിന് കേസെടുത്ത് കേരളത്തിലെ ക്രൈസ്തവർക്കെതിരായിട്ട് നടത്തുന്ന ഈ അധിക്ഷേപം അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നുകൂടി ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ഇന്ത്യ മുന്നണിക്കാർക്ക് അവർ നേതൃത്വം നൽകിയ കൂട്ടുകക്ഷി സർക്കാരുകളെക്കുറിച്ച് അറിയുള്ളൂ. മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ കാലങ്ങളിൽ മുൻപ് അവരുടെ പഴയ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ 30 സീറ്റും 40 സീറ്റും 110 സീറ്റും ഒക്കെ ഉള്ള പാർട്ടികളാണ് നേതൃത്വം നൽകിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ, കൂട്ടുകക്ഷി സർക്കാരുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 240 സീറ്റുള്ള ഒരു പാർട്ടി ഒരു കൂട്ടുകക്ഷി സർക്കാരിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് ഇന്ത്യ സഖ്യക്കാർ മനസ്സിലാക്കേണ്ടത് അവരുടെ സർക്കാരുകൾക്ക് നേതൃത്വം നൽകിയ ആളുകളല്ല ഇപ്പം നേതൃത്വം നൽകുന്നത് എന്ന് അവർ തിരിച്ചറിയണം. അവർക്ക് അറിയാത്തത് കൊണ്ടാണെങ്കിൽ ഞാനിത് പറയാണ്. അതല്ല, ജനങ്ങളുടെ ഇടയിൽ അസ്വസ്ഥതയുണ്ടാക്കാനും സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമവും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അതും ജനങ്ങൾക്ക് തിരിച്ചറിയും. ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ, ആ വോട്ടുകളുടെ ശതമാനത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതോ ഹെഡിങ് മാത്രം വായിച്ചിട്ടാണോ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയില്ല. കാരണം വാരണാസിയിൽ ഇതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ 42ഉം 23ഉം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന കാലത്ത് ആ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും കിട്ടിയ വോട്ട് 7 സ്ഥാനാർത്ഥികൾക്കായിട്ട് കിട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റം, അത് നരേന്ദ്രമോദിയുടെ ജനപിന്തുണയുടെ കുറവായിട്ട് വ്യാഖ്യാനിക്കാൻ താല്പര്യമുള്ള മാധ്യമപ്രവർത്തകരുണ്ട്, എനിക്കറിയാം. എല്ലാവരും ആ തലക്കെട്ട് വായിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദയവ് ചെയ്ത് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത്. എന്നാര് പറയുന്നു? ആര് വിമർശിച്ചു? ആർക്ക്? നിങ്ങൾക്ക് രണ്ടുപേർക്കാണ്? അല്ലല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാത്രം ചോദ്യം നിങ്ങൾ ആവർത്തിച്ചു. അല്ല, ആക്ഷേപം ആർക്കാണെന്നാണ്. ആരാണ് പറയുന്നത്? ഞാനിതുവരെ കേട്ടിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയല്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് 1977 രാഷ്ട്രീയ സ്വയം സേവക സംഘം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് ഇടപെട്ടത്. ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അന്നും ചെയ്തിട്ടില്ല. പിന്നീട് 2014 മാത്രമാണ് ഇടപെട്ടത്. അതിനുശേഷമോ അതിനു മുൻപോ രാഷ്ട്രീയ സ്വയം സേവക സംഘം തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്ന ഒരു പതിവില്ല. അതേസമയം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും, അതിലെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തെരഞ്ഞെടുപ്പിൽ അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വയം സേവക സംഘം നൽകാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം,
ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ തെരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് ആക്ഷേപമില്ല. അങ്ങനെ നിങ്ങൾക്കാരെങ്കിലും ഞാൻ ആക്ഷേപം പറഞ്ഞതായിട്ടാണ് ആരോപണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പരാതി എനിക്ക്, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചാൽ ആരാ പറഞ്ഞതെന്ന്. കേരളത്തിലെ ഏതെങ്കിലും സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. അല്ല, അത് രാഷ്ട്രീയ സ്വയംസേവക സംഘം വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് 77-ൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഒരു വ്യത്യസ്ത നിലപാടെടുത്തു, എന്തുകൊണ്ട് 2014-ൽ വ്യത്യസ്ത നിലപാടെടുത്തു. എനിക്ക് കേൾക്കാം. അടുത്ത ദൗത്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും എന്നുള്ള നിലയിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ മുൻപും ചെയ്തിട്ടുള്ളത്, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആര് എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങൾ എൻ്റെ ഇതൊക്കെ നോക്കിയിട്ടുണ്ടോ? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു. രാജ്യസഭ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്ന് ഈ മാധ്യമ പ്രവർത്തകർ കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം. പിന്നെങ്ങനെയാ കാലാവധി കഴിഞ്ഞ ഒരാളെ എങ്ങനെയാ മന്ത്രിസഭയിലെടുക്കുക? അത് ശരി. അതായത് 6 മാസത്തിനകം മന്ത്രിയാക്കിയിട്ട്, അല്ല 6 മാസത്തിനകം അംഗമാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ മന്ത്രിയാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത് കേരളത്തിന് പ്രാതിനിധ്യം ഇല്ലാതിരുന്ന ഘട്ടങ്ങളിലാണ്. ശ്രീ അൽഫോൺസ് കണ്ണന്താനം കേരളത്തിൽ നിന്ന് BJPയുടെ മന്ത്രിസഭകളിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. O രാജഗോപാൽ, അദ്ദേഹം MP ആയിരുന്നു. MP ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തെ ആക്കിയത്. ഞാൻ MP ആയിരുന്ന സമയത്താണ് എന്നെ ആക്കിയത്. ഞാൻ ഒരേ MP ആയിരുന്നു അന്ന്, കഴിഞ്ഞ 2019-ൽ. അൽഫോൺസ് കണ്ണന്താനമാണ് MP അല്ലാതെ മന്ത്രിയായി പിന്നീട് അദ്ദേഹത്തെ MP ആക്കി. കാരണം അന്ന് കേരളത്തിൽ നിന്ന് ആരും പ്രതിനിധികളായിട്ട് രാജ്യസഭയിലോ ലോക്സഭയിലോ ഇല്ല. ഇന്നതല്ല, ഇന്ന് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുണ്ട്. അതുകൊണ്ട് കേരളത്തിന് പ്രാതിനിധ്യം കിട്ടുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് നമുക്കെല്ലാവർക്കും ആലോചിക്കാൻ പറ്റും. അത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയിലൂടെയാണ് കേരളത്തിൽ പ്രാതിനിധ്യം കിട്ടേണ്ടത്. അത് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്നല്ലേ, ഞാനല്ലല്ലോ ഇതൊന്നും. ഒന്നാമത്തെ കാര്യം, ഡൽഹിയിൽ ഒരാളും ദേശീയ നേതൃത്വത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഒരാളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മാധ്യമങ്ങളോടല്ല എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ മാധ്യമപ്രവർത്തകർ, നിങ്ങൾക്ക് എന്തായാലും 10-16 പേജ് എന്തെങ്കിലും എഴുതി തീർക്കണമല്ലോ. പിന്നെ 24 മണിക്കൂർ വാർത്താ ചാനലുകൾ നടത്തുന്ന ആളുകൾക്ക് 24 മണിക്കൂർ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു പുതിയ വാർത്ത കിട്ടണം. അത് നിങ്ങളുടെ ഉപജീവനത്തിൻ്റെ പ്രശ്നമാണ്. അത് എനിക്ക് പരാതിയില്ല അക്കാര്യത്തിൽ. പക്ഷേ അതിനെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുണ്ടാക്കിയ വാർത്തയെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിക്കുക, അത് നിങ്ങൾ തന്നെ മറുപടി പറയും, കണ്ടെത്തും. അതെ, അല്ല, തീർച്ചയായിട്ടും 19%, 19.5% എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 19.5%, 20%-ത്തിനടുത്ത് വോട്ട് കിട്ടിയിട്ടുള്ള അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം മാറിയിട്ടുണ്ട്. ആ നേട്ടങ്ങൾ കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യാനും കൂടുതൽ മേഖലകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സ്വാധീനം വ്യാപിപ്പിക്കാനും തീർച്ചയായിട്ടും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവും. ഇപ്പോൾ തൽക്കാലം മന്ത്രിസഭാ രൂപീകരണം അല്ലാതെ ഫലപ്രഖ്യാപനം വന്നു, മന്ത്രിസഭാ രൂപീകരണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തൽ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും പാർട്ടി ആ ഒരു ഇതിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ല, അങ്ങനെയുള്ള നിങ്ങളുടെ നിർദ്ദേശം ഞാൻ പാർട്ടിയിൽ വെക്കാം. അല്ല, ഇതൊന്നും ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. ഒരു മണ്ഡലവും ഞാൻ തിരഞ്ഞെടുത്ത് BJPയിൽ ഒരാളും
ഒരു മണ്ഡലം അയാൾ തിരഞ്ഞെടുത്തിട്ട് മത്സരിക്കാറില്ല. പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ അവിടെ മത്സരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്രയോ കാലമായിട്ട് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. 1983 തൊട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട്. ഇടയ്ക്ക് ഡൽഹിയിൽ ചില ചുമതലകൾ വരുമ്പോൾ ഡൽഹിയിൽ പോകുന്നുള്ളത് ഒഴിച്ചാൽ 83 തൊട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട്. ജനങ്ങൾക്ക് അത് അവരുടെ വിലയിരുത്തലല്ലേ. ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള വിലയിരുത്തൽ നടത്തല്ല. അവരുടെ വിലയിരുത്തലിനെ കുറിച്ച് ഞാൻ വിലയിരുത്തേണ്ട ആവശ്യമില്ല. ഞാൻ BJPയുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തൽ BJP സംഘടനാപരമായിട്ട് നടത്തിയിട്ടില്ല. അത് പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് എന്തുകൊണ്ടാണ് BJPയുടെ വോട്ട് വർദ്ധിക്കാൻ കാരണമായത്, ഈ കാര്യങ്ങൾ പറയുമ്പോൾ അല്ല, ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ല. അവർക്ക് ഇപ്പോൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതല്ലേ അത്. ഞാനിപ്പോൾ ഇന്നത്തെ വിഷയം തെരഞ്ഞെടുപ്പ് വിലയിരുത്തലല്ല. തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പിണറായി വിജയൻ്റെ തൊലിക്കട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും പറയാൻ ഒരു മടിയുള്ളത് കൊണ്ടാണോ ഈ ഇതിലേക്ക് കൂടുതൽ വരുന്നതെന്ന് എനിക്കറിയാം. ആര് CP നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടായതുകൊണ്ട് ഉദാഹരണത്തിന് ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ അവരെടുക്കേണ്ട തീരുമാനമല്ലേ. ഇപ്പോൾ ജനങ്ങൾ, അതായത് ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള തൊലിക്കട്ടിയുടെ നിലവാരമുണ്ട്. അത് അവർ തീരുമാനിക്കട്ടെ.